ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് മൈൻക്രാഫ്റ്റാണ് ഗൈസ്. ഈ എപ്പിസോഡ് 2 ഇപ്പൊ എപ്പിസോഡ് 1 കാണാത്തവരെല്ലാവരും ഇപ്പൊ എപ്പിസോഡ് 1 ചെന്ന് കാണാം ഗൈസ്. ഇന്ന് നമ്മ മൈനിങ്ങിനാണ് പോകുന്നത്. നേരങ്ങൾ മൈനിങ്ങിന് പോവാം. അപ്പൊ നമ്മ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മ കുറച്ച് അയ്യണൊക്കെ മൈൻ ചെയ്തിട്ടുണ്ടായി. നമുക്ക് ഇതാണ് ഇപ്പൊ നമ്മുടെ വീട്. നമ്മളിപ്പോ ഇവിടെ റീസ്പോണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്കിപ്പോ നേരെ മൈനിങ്ങിന് പോവാം. ഇപ്പൊ തൽക്കാലം ഒരു 3 അയ്യണുണ്ട്. ഇപ്പൊ എന്തായാലും ഇപ്പൊ ഒരു മൈനിങ്ങിന് ഒന്ന് പോയിട്ട് വരും. ഇവിടെ നമ്മ മുമ്പത്തെ എപ്പിസോഡിൽ നമ്മ മൈനിങ്ങിനൊക്കെ പോയിട്ടുണ്ടായി. പക്ഷെ അപ്പൊ ഒരു ക്രീപ്പറൊക്കെ വന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പൊ എന്തായാലും ഈ കേവി പോണ്ട, വേറെ കേവി പോവാം. പിന്നെ ഗെയ്സ് നമ്മ പുതിയൊരു GUI ഒക്കെ കയറ്റിയിട്ടുണ്ട്. ഈ GUIനെ കുറിച്ചൊക്കെ എങ്ങനെയുണ്ടെന്ന് കമന്റിൽ എന്ന് പറയണം. നമുക്കൊരു പുതിയൊരു കേവ് കണ്ടുപിടിക്കണം. ഈ മറ്റേ കേവ് ഒരു സുഖില്ലേ, നമുക്കപ്പോ ഒരു ഭാഗത്തേക്ക് പോവാം. അതുപോലെ നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനൊക്കെ അല്ല ഇതിന്റെ ഓരോ ഇതൊക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റിൽ ഇട്ടുതരാം. അപ്പൊ നിങ്ങൾ കയറ്റിയാൽ മതി. അതൊക്കെ നമുക്ക് നേരെ മൈനിങ്ങിന് ഇങ്ങോട്ട് പോവാം. നല്ലൊരു കേവ് ഇങ്ങോട്ട് നോക്കണം. നമ്മുടെ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ടേ നമ്മുടെ ഹൗസ് ഒന്ന് സെറ്റ് ചെയ്യപ്പോ തലുകല്ലേ, നമുക്ക് സ്ഥലമൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു. ഇവിടെ നിറച്ച് കവുകളൊക്കെ ഉണ്ട്. നമുക്ക് കവുകളൊക്കെ ഒന്ന് കൊല്ലാം. നല്ല ആനിമേഷൻസ് ഇല്ല ഗൈസ്. കണ്ടോ, ഇങ്ങനെ നമ്മ ഇതൊക്കെ എടുക്കുമ്പോ ഇങ്ങനെ കണ്ടോ, ഇതൊക്കെ തിരിച്ചിട്ട് നല്ല രസമുള്ള ആനിമേഷൻസ്. ഇങ്ങോട്ടൊന്ന് കുറച്ചങ്ങോട്ടൊന്ന് ഫുഡ് കഴിക്കട്ടെ. നമ്മുടെ പിന്നെ നൈറ്റ് വിഷന്റെ മോഡ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. നൈറ്റ് വിഷന്റെ മോഡൊക്കെ കയറ്റി ഇവിടെ നമുക്കൊരു ഇത് കാണില്ല. പക്ഷെ ഒരു നല്ല അടിപൊളി കേവ് വേണം. ഒരു പേട്ടക്കേവ് വിട്ടിട്ട് കാര്യമില്ല. നമ്മൊരു പേട്ടക്കേവ് ചെന്നതാ, ഒരു സുഖില്ലാത്ത കേവ് വരുന്നുണ്ട്. പേട്ടക്കാടി കേവ് വരുന്നുണ്ട്. ഇത് നല്ലായിരിക്കും. കേവ് പോലും ഇല്ല. ഏതൊരു കുഞ്ഞിക്കേവി നമുക്ക് തോന്നാം. ഒരു അടിപൊളി കേവി പോവാം. നമ്മുടെ പിന്നെ ആർമറൊന്നുമില്ല, പ്രശ്നം. കുഴപ്പമില്ല, ആർമർ ഇല്ലെങ്കിൽ ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. സിമ്പിളൊന്നുമില്ല. പിന്നെ മൈനിങ് ഒക്കെ കുറെ കണ്ടിട്ടുള്ളതാണ്. നല്ലൊരു ഗൈസ്, നമ്മൊരു വില്ലേജ് കണ്ടുപിടിച്ചിരിക്കുന്നു. എടാ മോനെ, നമ്മ പുതിയ വില്ലേജ് കണ്ടുപിടിച്ചതാണ്. ഇപ്പൊ ഞാനിപ്പോ മറ്റേ ഈ മോഡിന്റെ വരുന്ന പറഞ്ഞ സേറോസ് മിനി മാപ്പ് എന്നാണ്. അപ്പൊ ഈ മോഡിൽ ഇത് കാണാൻ പറ്റില്ലേ നിങ്ങൾക്ക്, വില്ലേജറിന്റെ തലക്ക് ഗൈസ്. ദേ ഇവിടെ കാട്ടുതീയൊക്കെ പിടിച്ച് ഗൈസ്. അയ്യോ, കാട്ടുതീ കെടുത്ത് കാട്ടുതീ. അയ്യോ, തീ പിടിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ എല്ലാം കത്തിപ്പോവും ഗൈസ്. നമ്മുടെ വില്ലേജൊക്കെ ഫുള്ള് കത്തിപ്പോവും. മരം കൊണ്ടുണ്ടായിരിക്കണം. പൊന്നെ, എന്താണിത്? വീടൊക്കെ കത്താൻ തുടങ്ങിയില്ല. ഈ വില്ലേജറിന്റെ വീടൊക്കെ കത്തിപ്പോയല്ലോ, പാവങ്ങള്. ഒരു മിനിറ്റ് കേസ്, നമുക്ക് കോബിൾ സ്റ്റോൺ വെച്ചിട്ടേ ഇവിടൊക്കെ ശരിയാക്കണം. നമുക്ക് തീ പിടിച്ചോണ്ടിരിക്കാനുള്ളതാണ്. നമുക്ക് ഇവിടെ നിന്നൊരു ബോർഡർ വെക്കാം. അപ്പൊ നമ്മുടെ ഈ വില്ലേജൊന്നും കത്തുന്നില്ല. ഈ ലീവ്സുമ്മ പടരും. അങ്ങനെയാണ്. ഇവിടെ ഫുള്ള് കാട്ട് തീരാമാണുള്ള നീക്കിട്ട് കഷ്ടം. ഓ, എടുത്തിട്ടാവണില്ലല്ലോ ഇത്. ഞാനും കത്തിപ്പിടിക്കാനുള്ളതാണ്. എന്റെ പൊന്നു വില്ലേജറ, നിങ്ങൾ എന്ത് നോക്കിക്കണ്ട അവിടെ എടുത്താ നോക്കി. എന്താണ് ഇത് എടുത്തിട്ട് നിക്കണില്ലല്ല? എടുത്തിട്ട് നിക്കണില്ലല്ല. നമ്മുടെ ഹെൽത്ത് ഒക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ടല്ലോ.
അവൻ മൈനിങ് വന്നിട്ട് ഇവിടെ ഇതാക്കാൻ പോകുന്നു. ആ ഇവിടെ ഇപ്പൊ എന്തായാലും കത്തട്ടെ. കത്താമല്ല ഇതാക്കാമല്ല പാടാ. എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. ലൂട്ടർ ബണ്ടിൽ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. എടുത്ത് കളയട്ടെ. അവിടെ ഒന്നും ഇല്ല പ്രത്യേകിച്ച്. നമുക്ക് ഇവിടേക്കൊന്ന് കയറാം. ഗൈസ് നമ്മുടെ വീട് ഇങ്ങടാക്കണോ അല്ലെങ്കിൽ നമ്മുടെ പഴയ വീടിന്റെ മതിയോ? ഈ വില്ലേജിൽ ആക്കണോ നമ്മുടെ വീട്, അല്ലെങ്കിൽ നമുക്ക് ആ പഴയ തന്നെ മതിയോ? നമ്മുടെ പഴയ വില്ലേജ് തന്നെ മതിയോ? അപ്പൊ നിങ്ങൾക്ക് ഈ വില്ലേജിൽ നമ്മൾ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കമന്റിൽ ഇട്ടോ. ഈ വില്ലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലുതാണ്, നല്ല വലിയ വില്ലേജ്. അവിടെ മാത്രമേ കത്തി പിടിക്കുന്നുള്ളൂ. കുറച്ച് ആടുകളുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പൊ എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോർ അല്ലേ, നമുക്കിപ്പോ ഈ ഹെയ്ബയിലൊക്കെ ഒന്ന് പൊളിച്ചിടുക, നേരെ മൈനിങ് ഇടുക. നമ്മളുടെ ഒരു ഇത് കാണുന്നുണ്ട്, ഒരു കേവ്, ഒരു സ്നോവി ബയോം പോലത്തെ കാണുന്നുണ്ട്. ആ സ്നോവി ബയോമിക്ക് പോയോക്കാം. നല്ല കേവ് ആണോന്ന് അറിയില്ല, നോക്കി വെക്കുന്നുണ്ട്. നല്ല കേവ് അങ്ങനെ മതി. അവിടെ പിന്നെ പൗഡേർഡ് സ്നോ ആണ്, കുറച്ച് ഇവിടെ ബ്ലോക്ക് ഒക്കെ വെച്ച് പോയാൽ. കാരണം ഇതിൻ്റെ ഉള്ളിൽ മുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. ഓ ഇവിടെ നല്ല ഗെയിമില്ല. ഇപ്പൊ എന്തായാലും കുറച്ച് പോയത്. ഇവിടെ ഒരു സ്റ്റോണിന്റെ സാധനം കാണുന്നുണ്ട്. സ്റ്റോണിന്റെ ഇതിലൊന്നും പോവാ. ഇവിടെ കുറച്ച് അയ്യണൊക്കെ ഉണ്ടാവും, അയ്യണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു നല്ല കേവ്. ഇത് അവിടെ ഒരു റൂയിലുണ്ട്. നല്ല അയ്യുണ്ട്. ഇവിടെ ഉണ്ട്, അവിടെ ഒരു അയ്യുണ്ട് എന്നുള്ളല്ലേ. നമുക്കിത് ഇവിടെ ഇവിടെ ഇല്ല. കുറച്ച് കോപ്പറുണ്ട്. കോപ്പർ പക്ഷെ അധികം കായില്ല, അതൊന്നും പ്രശ്നം. എവിടെ അയ്യൊന്നും കാണാനില്ലല്ലോ. ആ അതെ അതെ, അവിടെ ഉണ്ട്. കൂട്ടി ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ബോക്സ് ഒക്കെ ഇപ്പൊ വരും എന്തായാലും. ഇപ്പൊ തീരുപ്പ ഇവിടെ ഇല്ലല്ലോ. അയ്യാണ് സൈഡ് ചുറ്റുന്ന് മൈൻഡ് ചെയ്തോക്കെ ഇല്ല, ഇവിടെ ഇല്ല. ഓ മാൻ, ഇവിടെ അയ്യണൊന്നില്ലല്ലോ. മോനെ സ്പിയറുള്ള സോംബിയ. ആ അവിടെ ഒരു റെവീനുണ്ട്. ഇവനെന്തായാലും അവന് ലോങ് റേഞ്ച് ഉണ്ട്. ലോങ് റേഞ്ച് ഉള്ള കാരണം സീനാണ്. ലോങ് റേഞ്ച് ഉണ്ട് അവന്. നിറച്ച് മോപ്സ് ഉണ്ടല്ലോ ഇവിടെ. ആരക്കടാ എന്തായാലും അടി പോവാ. ചെക്കനൊന്നും മൈൻഡ് ചെയ്യണ്ട, നേരെ അങ്ങോട്ട് അടി പോവാ. നിറച്ച് മോപ്സ് ഉണ്ട് നമ്മുടെ ബാക്കിൽ. ചാവാവും എനിക്കറിയില്ല. അതൊരു മൈൻ ഷാഫ്റ്റ് ഇല്ലേ, എനിക്ക് എന്റെ മാപ്പിലൊരു മൈൻ ഷാഫ്റ്റിന്റെ ഒരു ചിഹ്നം കാണിക്കുന്നുണ്ട്. ഇവിടെ അയ്യുണ്ട്, അയ്യണൊക്കെ ഇടുക. വെള്ളത്തിലിരുന്ന് മൈൻ ചെയ്യാൻ നല്ല പാടുന്നു. നമ്മളിപ്പോ എത്രയുണ്ട്? 6 നമുക്ക് ഓളൊന്നും എടുത്തില്ല അല്ലേ. പക്ഷേ ഓളെടുക്കാൻ ഞാൻ വല്ലാണ്ടായി പോയില്ല. ഇവിടെ നിറച്ചുണ്ട്. നൈസ്. ഫെൻസ് ഒക്കെ എടുക്കാം, നമുക്ക് സ്മെൽറ്റ് ഉണ്ട്. ഓ നൈസ് നൈസ്. നമുക്ക് ഇവിടെ തയ്യണൊക്കെ എടുത്തിട്ട് പോവാം. കുറച്ച് വലിയൊരു വെയിനാണ് ഈ ഇതിന്റെ. ഇവിടെ ഉണ്ടല്ലോ നമ്മപ്പ ഡീപ് സ്ലേറ്റ് എത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് നിറച്ചായി. ഡ്രയർ പോക്കറ്റ് ഉണ്ടല്ലോ.
മൈൻ ഷാഫ്റ്റിക്ക് പോവാനൊന്നും അടിക്കൂടി മൈൻ ഷാഫ്റ്റിൽ കൂടെ പോവാൻ പറ്റൂലല്ലോ. ബ്ലോക്കിനുണ്ട്. ലാപ്പീസൊക്കെ ഉണ്ട്. ലാപ്പീസൊക്കെ പിന്നെ എടുക്കാം. അയ്യണൊക്കെ ഉണ്ടല്ലോ, അയ്യണൊക്കെ എടുത്തിട്ട് പോയാൽ നമ്മള് കോളും കൊണ്ടൊന്നുമില്ല. ആ ഫർണേഴ്സിന്റെ ഉള്ളിലത്തെ കോൾ എടുത്തിരുന്നു. ഇതിലിങ്ങനെ സ്മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടെ പോവാ. ലൈറ്റ് യൂസ് മാറ്റി ബന്ധു പാടങ്ങള് ഈ ഇതിൽ കൂടെ അങ്ങോട്ട് അടിക്കുക. നല്ല ഇവിടെ നന്നായിട്ടല്ലോ. കുറച്ച് ഡയമണ്ട് കിട്ടണം. ചേ ഇവിടെ വെച്ച് നിന്നല്ലേ നിന്നതിലിപ്പോ മേലെ പോ. നീന്തുമ്പോ നല്ല ആനിമേഷനുകളാണ്. അവിടെ ക്രീപ്പർ മച്ചാനൊക്കെ ഉണ്ട്. ക്രീപ്പറിനൊക്കെ പിടിച്ച് പടക്കിയാണ്. ക്രീപ്പറേ വാടാ വാടഞ്ഞൂപേ. ക്രീപ്പർ വയും ഒരു വലിയൊരു ഡ്രോപ്പ് ഉണ്ട്. ഇങ്ങനെ പതുക്കെ 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 പതുക്കെ. അയ്യോ ഡ്രോപ്പ് ആയത് ശരിയായില്ലേ. ഡയമണ്ട് കിട്ടി. ഡയമണ്ട് കിട്ടി. അത് സോംബി കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മ ഡയമണ്ട് എടുത്തിരിക്കുന്നു. മോബ്സ് ഒന്നും കാണാണ്ട്. ഇവിടെ ഉണ്ടോ ഡയമണ്ട്? ഇവിടെ ഇല്ല. നമുക്കിത് ഇവിടെ വിടാം. സ്കെലറ്റിന് ഫൈറ്റ് ചെയ്യാം. അവിടെ ഉണ്ടല്ലോ ആദ്യം സ്കെലറ്റിന് ഫൈറ്റ് കിട്ടും. അയ്യോ ബേബി 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 സോംബി ബേബി സോംബി ബേബി സോംബി. നമ്മ തീർന്നു ഗൈസ്. അയ്യോ അയ്യോ കുട്ടി സോംബിനെ നമ്മ എങ്ങനെ തീർക്കും? എന്റെ പൊന്നു ഗൈസ്, നമ്മ ഇപ്പൊ തന്നെ ചത്തേനെയാ. ബേബി സോംബിയുള്ളതിനെ നമ്മ ചത്തേനെ ഇപ്പൊ തന്നെ. ഇവനെ കൊല്ല. ഇവന്മാരൊന്നും സീനില്ല. ബേബി സോംബിനെ എവിടെ ഹിറ്റ് ബോക്സ് കുറവാണ്. നമ്മളെ നല്ല ഡാമേജ് അടിക്കും. ഇവന്മാരെക്കാളും ഡാമേജ് അടിക്കും. നമ്മുടെ ഇല്ലാണെങ്കിൽ ആർമോറും ഇല്ല. ഫുള്ള് സീനാണ്. നമുക്കിപ്പോ എന്തായാലും സ്മെൽറ്റ് ചെയ്തിട്ട് പോകും. എങ്ങനെ ചത്തേലും നമ്മൾ ഓൾമോസ്റ്റ് ഡൈ ആവുമ്പോഴും ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് ഫർണേസ് ഇവിടെ വയ്ക്കുക. എന്നിട്ട് അയ്യാണ് ലീഫ് ലിറ്റർ തൽക്കാലം ആദ്യം കുറച്ചിട്ട് നല്ലോണം ഉണ്ട്. അയ്യൻ ടൂൾസ് സീഡൊക്കെ ആയിരിക്കും. പിന്നെ വീറ്റ് സീഡ് വെക്കാൻ പറ്റില്ല. വീറ്റ് സീഡ് വെക്കാൻ പറ്റില്ല. വൈറ്റ് വൂള് വെക്കാം. ഓക്ക് ഫെൻസ് നമ്മപ്പോ തൽക്കാലം വുഡ് സേവ് ചെയ്യാൻ നോക്കുന്നു. ഈ സാധനങ്ങളൊക്കെ വയ്ക്കും. ഇതൊരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കുക. അങ്ങനെ ഗൈസ് നമ്മൊരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കിയിരിക്കുന്നു ഗൈസ്. ഡയമണ്ട് പിക്കാക്സ് എടുക്കും. നമുക്ക് ഇനി ഡയമണ്ട് എടുക്കണം. ഫുൾ ആർമർ എടുക്കണം. നമ്മ എന്തായാലും എടുക്കും. ഇതിപ്പോ തൽക്കാലം ഒരു ലെഗിങ്സ് ഉണ്ടാക്കാം. ലെഗിങ്സ് ഒരു ബക്കറ്റ് എല്ലാം ഉണ്ടാക്കണം. തൽക്കാലം ടൂൾസ് ഒക്കെ സ്മെൽറ്റ് ചെയ്യാം. അയൺ സേവ് ചെയ്യാൻ നോക്കാം. ഇവിടെ വിച്ചുണ്ട്. അങ്ങട് പോകുമ്പോഴോ അങ്ങട് എന്തായാലും കൊണ്ടോ. അവിടെ ഉണ്ടല്ലോ വിച്ചൊരു ജാതി ഉണ്ടല്ലോ. ഭയങ്കര ഇതുണ്ട്. ഭയങ്കര ന്യൂബുണ്ട്.
ഇതിൻ്റെ ഉള്ളിൽ വെക്കാനില്ല. നമ്മള് എന്ത് ചെയ്യണി? ടോർച്ച് വയ്ക്കാൻ പറ്റും. ഇതിന് ഹെൽമെറ്റ് അല്ല, എനിക്ക് ആദ്യം ബക്കറ്റ് ഉണ്ടാക്കും. ഈ ഉമ്മാരൊക്കെ വരുമ്പോഴേ ഉമ്മാരെടുത്തുനിന്നൊക്കെ മാറിക്കും. ബക്കറ്റ് പ്ലാങ്കിന് വെച്ചാലേ നല്ല ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കുക, ഹെൽമെറ്റ് ഉണ്ടാകുക. എനിക്കൊന്ന് പറക്കും. കൂടത്തെ ലാപ്പിസ് ഒക്കെ എടുക്കാൻ ലാപ്പിസ്. അയ്യോ അതെ അടുത്തത്. അയ്യോ ഒന്നും ഇറങ്ങിയിട്ടില്ല, അപ്പളേക്ക് അടുത്ത ബേബി സോംബി. ഇതെന്ത് കഷ്ടണ്ടാ. ഒന്നും ഇറങ്ങിയിട്ടും കൂടിയില്ല. ഇതെന്താണ് ഇത് നിറച്ച് ബേബി സോംബിയാണല്ലോ. പേടിയാണ് ഗൈസ് പുറത്തിറങ്ങാൻ. ഓ ഇതെന്താണ് ഇവിടെ നിറച്ച് വലിയ ബേബി സോംബിന്റെ സ്പോണർ. ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം. ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ഹെൽമെറ്റ്, വുഡ് തീർക്കല്ലേ. അവനെങ്ങനെ കൊല്ലം? ബേബി സോംബിനെ എങ്ങനെയെങ്കിലും കൊല്ലണം. ഇവിടെ വെള്ളമില്ല. ഓ കഷ്ടം. പേടിയാണ് പുറത്തിറങ്ങാൻ. അവൻ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കിയിട്ട് നേരെ ഇങ്ങനെ പടയ്ക്കുക. തൽക്കാലം ഇത്ര മതി. ഹോളിയിട്ട് ഫൈറ്റ് ചെയ്യണോ? തന്നെ ഫൈറ്റ് ചെയ്യണം. അവനെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യും. ഡേഞ്ചറാണ് അവൻ. ഗൈസ് നമ്മളെല്ലാം അവനടിക്ക ഗൈസ്. വാ അവൻ അടിയിലാണ് ഗൈസ്. പേടിക്കണ്ട. ഇത്ര നേരം കൂടെ പേടിച്ചു. ഈടെ വേണ്ട കൂടെ ഇടുക. ഇവിടെ വുഡ്. സ്പൈഡറൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പേടിയാണ് ഗൈസ്. ഓ മാൻ, ഇതേ നമ്മ അടുത്ത ഡയമണ്ട് പിടിച്ചിരിക്കുന്നു. ഇവിടെ ചുറ്റും മൈൻഡ് ചെയ്തോ ഇല്ല. നല്ല വെയിനുള്ള ഡയമണ്ട് ആടെ. കുറച്ച് മനുഷ്യനെ പറ്റിക്കോ. ഇവിടുത്തെ ഡെഡ് എൻ്റെ 800 മീറ്ററിന് ഹൗസ്. ഇവിടെ മേലെ സ്കെലട്ടൻ ഉണ്ട് ഗൈസ്. സ്കെലട്ടനൊക്കെ ഒരു ജാതി സ്വഭാവമാണ് ഗൈസ്. അവനെ കൊന്നു. മേലെ കൂടെ പോവാല്ലേ. വന്ന വഴി ഇല്ല. അവനെ പിടിച്ചടിക്കണം. സ്പൈഡറിനെ പിടിച്ചടിക്കണം. നല്ല ഇവിടെ വാട്ടർ ഉണ്ട്. ഇവിടെ വാട്ടർ മേൽ ജീവിക്കും. ഇവിടെ വെള്ളം ചാടേണ്ടി വരും. പതുക്കെ ഇറങ്ങാം. പതുക്കെ നമ്മ ഇറങ്ങി. അങ്ങനെ ലാവാണ് ഇവിടെ. ഹെൽത്ത് ഒക്കെ കുറഞ്ഞല്ലോ. നമ്മക്ക് ഒരു പേട്ട കേവിയാണല്ലോ. ഊളക്കെ
നമ്മളൊക്കെ തന്നെ കേറി കുറച്ച് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നന്നായി. നമുക്ക് എന്തായാലും സ്ട്രിപ്പ് മൈനിങ്ങിന് പോയി നല്ലേ കൂട്ടട്ടെ. വേറെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാല് അതിന്റെ സമ്പത്തായിരിക്കും. ഓക്കെ, മൈൻഡ് ചെയ്തോളൂ ഗൈസ്. നമ്മ മൈൻഡ് ചെയ്തിട്ട് എടുക്കുക. കാരണം ഈ സ്ട്രിപ്പ് മൈനിങ് എന്ന് പറയുന്നത് ഭയങ്കര വലിയതാണ്, ഭയങ്കര ലോങ് ആണ് ഗൈസ്. നമുക്കിപ്പോൾ എന്തായാലും സ്ട്രിപ്പ് മൈനിങ് ചെയ്തിട്ട് കാണാം ഗൈസ്. നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് ഇട്ടിരിക്കുന്നു. ഫസ്റ്റ് ഡയമണ്ട് തന്നെ ചെറിയ വെയിനുണ്ട്. പിക്കാക്സിനായി പൊട്ടാനായി. ഓ ഗൈസ്, നമ്മുടെ പിക്കാക്സ് അങ്ങനെ പൊട്ടാനായി. അങ്ങനെ ഗൈസ് നമ്മുടെ പിക്കാക്സ് അങ്ങനെ പൊട്ടി. നമുക്ക് സ്റ്റോൺ അങ്ങനെ മൈൻഡ് ചെയ്ത് നമ്മുടെ സ്റ്റോൺ പിക്കാക്സ് പൊട്ടാനായി ഗൈസ്. അങ്ങനെ നമ്മുടെ സ്റ്റോൺ പിക്കാക്സും പൊട്ടിയിരിക്കുന്നു ഗൈസ്. നമ്മൾ ഇത്ര ദൂരം ഇങ്ങനെ ഒന്ന് ഗൈസ് ഉണ്ടാവും. ഇത്ര ദൂരം ബ്രാഞ്ച് മൈനിങ് ചെയ്തു, സ്ട്രിപ്പ് മൈനിങ് ചെയ്തു. ആകെ ഒരു ഡയമണ്ട് ഇട്ടിട്ടുള്ളൂ ഗൈസ്. ഒരൊറ്റ ഡയമണ്ട് ഇട്ടിട്ടുള്ളൂ. നമുക്ക് എന്തായാലും മേലേക്ക് പോവാം. ഇവിടെ കുറെ ബ്ലോക്സ് കിട്ടിയിട്ടുണ്ട് ഡീപ് സ്ലൈറ്റില്. നമുക്ക് എന്തായാലും മേലെ പോവാം. ബ്ലോക്കൊന്നുകൂടെ അയക്കട്ടെ. പെട്ടെന്ന് ഞാനും വന്നു കഴിഞ്ഞാലും കേവിക്കും നമ്മ വെച്ച പ്ലാങ്ക് ഉണ്ട്. എന്തായാലും കേവ് വഴി ഇങ്ങോട്ട് പുറത്തു നമുക്ക് വന്ന വഴിയൊന്നും അറിയില്ല. നമുക്ക് പ്രശ്നം വന്ന വഴിയൊന്നും അങ്ങനെ അറിയുന്നില്ല. മതി ഈ ഭാഗം കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അങ്ങനെ ഗൈസ്. നമ്മൾ ഡയമണ്ട് കണ്ടുപിടിച്ചു. ഈ മോബ്സിന് മോനെ ഭയങ്കര ശല്യാണ്. ദേ വന്നടാ അടുത്ത്. ആരക്കടാ ഇവിടെ ഒന്നില്ല. ഇവിടെ മറ്റേലാവ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഗെയ്സ് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യണം. വെറുതെ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യണമെന്ന്. ഇവിടുത്തെ നമുക്കിപ്പോ ടോട്ടൽ ഒരു 9 ഡയമണ്ട് ഉണ്ട്. ഇവിടെ ഉണ്ടോ ഡയമണ്ട്? ഇവിടെ ഇല്ല. സാധാരണ നമ്മ അയ്യോ ഞാൻ അവിടെ കണ്ടില്ല. നമ്മ കത്തിച്ചത്താനിപ്പോ. പിന്നെ ഈ ജീവകാരനുണ്ടല്ലോ, നമ്മുടെ ഈ കത്തണ അനിമേഷൻ നമ്മുടെ സ്ക്രീൻ ഫുള്ളാവില്ലേ, നമ്മുടെ കൈ മാത്രമാവുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഡിസ്റ്റർബാണ്. സ്ക്രീനൊന്നും ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഹെൽത്ത് ഫുള്ളാകണ്ടോ? ഈ കൂട്ടം വന്നേ ഇവിടെ ഒരു വഴി കണ്ടുപിടിച്ചു തോന്നി. കുട്ടി സോംബി വരരുത്, അതാണ് എന്റെ പ്രാർത്ഥന. കുട്ടി സോംബി നല്ല മനസ്സിൽ ഇവിടെയാണ് നമ്മ കുട്ടി സോംബിനെ നേരത്തെ കണ്ടിരുന്നു. കുട്ടി സോംബി ഡീസ്പോണായി വഴി തന്നെ വീണു. ഈ വെള്ളം എടുക്കാം. വെള്ളം എടുക്കട്ടെ. അവിടെ എക്സ്പ്ലോർ ചെയ്തോ.
നമുക്ക് അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ ബേബി കുട്ടന്മാരുണ്ടാവും. എന്തിനോ ഉപയോഗിക്കണ്ടോ? അവനെ കൊന്നു. ഇതൊറ്റായിരുന്നല്ലേ ശല്യം. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോവോ? ഇപ്പൊ വന്ന വഴി ഇതിങ്ങനെ അങ്ങോട്ട് മേലെ പോ. ബ്ലോക്ക് വെച്ച് മൈൻ ചെയ്ത് മേലേക്ക് നല്ല ടഫാണ്. നമ്മ മേലെത്താനായി. ഇതാണ് നമ്മുടെ മൈൻ ഷാഫ്റ്റ്. വെറുതെ മൈൻ ചെയ്ത് കൂടെ ഇവിടെ വെറുതെ മൈൻ ചെയ്ത് വെക്കുന്നു. ചായയും കിട്ടി. അപ്പുറത്തേക്ക് നമ്മുടെ മൈൻ ഷാഫ്റ്റിന്റെ ഇവിടെ നിന്ന് മൈൻ ചെയ്ത് വെക്കിയപ്പോ 3 അങ്ങോട്ട് കിട്ടി. കുഴപ്പമില്ല. ആ ഗൈസ് നമ്മുടെ മൈൻ ഷാഫ്റ്റ് ചെസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഗോൾഡ് കുറച്ചെടുക്കുന്നു. നിറച്ച് സ്കെലട്ടന്മാരുണ്ട്. ഇതെടുക്കുക. എല്ലാ ഇതങ്ങനെ ഉണ്ടാകും. നമ്മ ശരിയും പറഞ്ഞ മൈൻ ഷാഫ്റ്റ് ഒന്ന് വഴി കിട്ടും. വേണ്ടപ്പോ പിന്നെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാം. ഇവിടുന്ന് ആഡ് ചെയ്യാം മൈൻ ഷാഫ്റ്റ് എന്ന് പറഞ്ഞു. മൈൻ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കൂടി മേലെ പോകും. രാത്രി ഉണ്ടാ ഗൈസ്. രാത്രി നമുക്കിപ്പോ അത്ര സീനൊന്നുമില്ല. കാരണം നമ്മുടെ കയ്യിൽ ആർമറൊക്കെ ഉണ്ട്. ഉണ്ടന്മാരുണ്ട് ഇല്ലാണ്ടിരുന്നാലും സ്കെലറ്റനും ക്രീപ്പറും അതുപോലെ ബേബി സോണി മാരൊക്കെ മെയിൻ ടെറർ. പിന്നെ ഹാർഡ് മോഡ് ഇട്ട് കളിക്കാൻ നിന്നിട്ടെന്നറിയോ പെട്ടെന്ന് ഹങ്കർ ബാർ പറയും. ഇവിടെ ഉണ്ടല്ലോ ഒരു ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒരു പെടാകെ വരും. നമ്മൾക്ക് പൊട്ടനാവുന്നാവും. നമ്മൾ ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നില്ല. നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ മൈൻ ഷാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഡയമണ്ടിന്റെ ആവശ്യം വരുമ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് ഈ ഭാഗം ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. കിട്ടി. ക്രീപ്പറടാ ഓടട്ടറാ. നമ്മുടെ ഹൗസ് എവിടെ? ഹൗസ് ആ ഭാഗം. ഉമ്മാരൊക്കെ ഓടിപ്പിക്കാൻ സുഖാണ്. സുന്ദരം സുഖസുന്ദരം. ഉമ്മാർക്കൊന്നും ഇതില്ല. ബെഡ് റോക്കിത്തെ പക്ഷെ ബെഡ് റോക്കിത്തെ സ്കെലട്ടൻസ് ആണെങ്കിൽ നല്ല ടഫാ. ബെഡ് റോക്കിത്തെ സ്കെലട്ടൻസ് നമ്മളെ പെട്ടെന്ന് ഇല്ല. കാരണം അവർക്ക് ഇമ്പോർട്ടൊക്കെ ഉണ്ട്. നമുക്കിപ്പോ തൽക്കാലം ഈ ഇതീ കയറിയിട്ട് നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മ ഇവന്മാരെ വെച്ച് ഓടേണ്ടി വരും. നല്ല ടഫ് ഉമ്മാരെ വെച്ച് ഓടാനായിട്ട്. ബെഡുള്ള വീട് നീറ്റ മച്ചാനെ പൊട്ട നീക്കുമ്പോൾ അനിമേഷനൊക്കെ ഗോളം കുട്ടാപ്പിമാരൊക്കെ കണക്കുണ്ട്. എന്തായാലും ഇവിടെ റീസ്പോണോ ചോദിക്കും. ഇപ്പൊ എന്തായാലും കൊല്ലാലോ. വാടാമുത്തേ 4 അങ്ങനെ കിട്ടൂല. മതി. ഒന്നും അവന്റെ പോപ്പിയൊന്നും നമുക്ക് വേണ്ട. നമ്മുടെ ഇതിന് വേണ്ടില്ലേ.
നമുക്ക് പിന്നെ ഒരു ഫാം ഉണ്ടാക്കണം, ക്രീപ്പർ ഫാം ഉണ്ടാക്കണം. പിന്നെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കണം. ക്രീപ്പർ ഫാം എന്ന് പറഞ്ഞുള്ളൂ, ദൈവം വന്നു ആടാ. ഒരു ക്രീപ്പർ ഫാം ഉണ്ടാക്കണം, ഒരു ക്രീപ്പർ ഫാം, പിന്നെ ഒരു അയൺ ഫാം, വേറെ കുറെ ഫാമൊക്കെ ഉണ്ടാക്കണം. ഓട്ടോമാറ്റിക് വീറ്റ് ഫാം, അങ്ങനത്തെ ഒരു ബോട്ട് ഉണ്ടാക്കും. തൽക്കാലം സിമ്പിൾ ബോട്ട്. ഓക്ക് ബോട്ട് എന്താ വരാത്തേ? ഓക്ക് ബോട്ട് വായു ഓക്ക് ബോട്ടും അങ്ങോട്ട് പുറത്താം. നമ്മുടെ പാഡിലിങ് ആനിമേഷൻ ഒക്കെ ഉണ്ടിട്ടേ, നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഉമ്മാർക്കൊക്കെ നിന്നുണ്ടോ? നമ്മ പാഡിലുണ്ട് ആ സെയിം സമയത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളിലിപ്പോ 13 ഗ്രൂപ്പിൽ അത്യാവശ്യത്തിനുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിലേക്ക് തന്നെ വരും. നമുക്ക് മൈൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. ബോട്ട് എടുത്ത് നമുക്ക് നേരെ പറക്കാം. പറക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമ്മിങ്ങനെ വെറുതെ ഇങ്ങനെ സ്പീഡിൽ പോകും, പ്രിന്റ് ചെയ്ത് അങ്ങോട്ട് പോകും. ഇങ്ങനെ ഹൗസ് എത്താനേ ചെറി ബ്ലോസ് ഒക്കെ ഇവിടെ ഉണ്ട്. ചെറി ബ്ലോസ് നല്ല ഭയം റീസ്പോൺ പോയിന്റ് സെറ്റാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് സ്മെൽറ്റ് ചെയ്യാൻ പറ്റും. സ്മെൽറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ് എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സബ് അടിക്കാനും മറക്കല്ലേ. അപ്പൊ ഗൈസ് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ. അപ്പൊ എല്ലാവർക്കും ബൈ.